ഹലോ, അസ്സാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? ഇന്ന് കുറച്ചധികം മൂവാണ്ട മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ ഉണ്ടാവില്ലേ, നെയ്ച്ചോറിൽക്കൊക്കെ ഒരു അച്ചാർ ഉണ്ടാവില്ലേ, എരിവും മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു അച്ചാർ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുള്ളൂ. ബാക്കി മാങ്ങ നമുക്ക് ചെത്തുമാങ്ങ അച്ചാർ ഉണ്ടാക്കണം, പിന്നെ കുറച്ച് ഉണക്കി വെക്കണം. അപ്പോൾ ഉണക്കിയിട്ട് പിന്നെ ഉപ്പ വരുന്ന സമയത്തേക്കൊക്കെ ഉണക്കമാങ്ങ അച്ചാർ ഇട്ടാലൊക്കെ ഉപ്പാക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കി വെക്കണം. അപ്പോൾ അതിനതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മാങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ചെറുതാക്കി മുറിച്ചെടുക്കും വേണമല്ലോ. അപ്പോൾ നന്നായി കഴുകി കൊടുന്നതാണ്. എല്ലാ വർഷവും ഞങ്ങൾക്ക് നിറച്ച് മാങ്ങ തന്നിരുന്ന മാവാണ് കേട്ടോ. ഇപ്പം അത് മുറിച്ചു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചധികം മാങ്ങ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും മൂവാണ്ട മാങ്ങ നമ്മളെ വീട്ടിലുള്ളതൊന്നും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷടിക്കാത്തതാണ്, മരുന്നൊന്നും അടിക്കാത്തതല്ല. അപ്പോൾ ധൈര്യമായിട്ട് അധികം നമുക്ക് കൂടുതലായിട്ട് വീട്ടിലെടുക്കുകയൊക്കെ ചെയ്യുക. പഴിപ്പിക്കാനായാലും മൂത്തതായാലും പിന്നെ കറി വെക്കാനും. അപ്പോൾ ഇനി അടുത്ത വർഷം ഈ ഒരു മാവില്ല കേട്ടോ. നമുക്കത് ആ പൂണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഇനി മാങ്ങ നമുക്ക് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇന്ന് ഉണ്ടാക്കി ഇന്ന് തന്നെ നമുക്കെടുത്ത് കഴിച്ചു തുടങ്ങാം. മറ്റേ അച്ചാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചയും 10 ദിവസമൊക്കെ കാത്തിരിക്കണമല്ലോ, ഒന്ന് ഉപ്പും മുളകൊക്കെ പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ എരിവും മധുരവും എല്ലാം കൂടിയുള്ള ഒരു അച്ചാറാണല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നെയ്ച്ചോറിൽക്കായാലും സാധാ ചോറിൽക്കായാലും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് നല്ലതിനൊരു ദോഷം ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇത് അധിക ദിവസമൊന്നും പുറത്ത് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് നാശമായി പോവും. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും. ഇത് മറ്റച്ചാറ് പോലെ അല്ലല്ലോ, നമ്മൾ ഇന്നൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതാക്കി തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് വലിയതാക്കി മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനും ആ കല്യാണത്തിന് പോയി നമുക്ക് ഇങ്ങനെ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ടല്ലേ കിട്ടുക. അപ്പോൾ അതേ ഒരു ഇതിലാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുറിക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് വലിയതാക്കിയിട്ട് മുറിച്ചെടുത്തോളൂ കേട്ടോ. എങ്ങനെ മുറിച്ചാലും ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ്. ഈ ഒരു അച്ചാർ ഉണ്ടാക്കി ഏറ്റവും നല്ലത് കളറൊന്നും മാറിയ മാങ്ങയാണ് കേട്ടോ. ഞങ്ങളിവിടെ മൂത്ത മാങ്ങ എന്ന് പറയും, ചില സ്ഥലത്ത് അതിന് ചെനച്ച മാങ്ങ എന്ന് പറയുമല്ലോ. ആ ഒരു സൈസ് മാങ്ങ എടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുക. പച്ച മാങ്ങേനെയും കാട്ടി നല്ലത് ഒന്നും കൂടി ഒരു കളറ് മാറിയ മാങ്ങയാണ്. അപ്പോൾ എല്ലാ മാങ്ങയും മുറിച്ച് വെച്ചിട്ട് ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും തൊലി കളഞ്ഞെടുക്കണമല്ലോ. വെളുത്തുള്ളി തൊലി കളയാനാണ് മടി, ചെറിയ അല്ലിയാണല്ലോ. അപ്പോൾ കുറച്ച് ഞാൻ കളഞ്ഞിട്ട് പിന്നെ ഉമ്മയുടെ കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ബാക്കി ഉമ്മയാണ് കളഞ്ഞത്. അപ്പോൾ ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ചാർ പൊടി എടുക്കണില്ല കേട്ടോ. അത് ഏത് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ അച്ചാർ പൊടി മേടിക്കാറില്ല, ഉമ്മക്ക് ഇഷ്ടമല്ല. അത് കാരണം ഞങ്ങൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് കൊടുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി ഇഞ്ചി വേണം. ഇഞ്ചിയും കുറേയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. നമ്മൾ കുറച്ച് അച്ചാറല്ലേ ഉണ്ടാക്കണുള്ളൂ. ചില അച്ചാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും മതി കേട്ടോ. അപ്പോൾ ഇഞ്ചി ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്, ചെറിയൊരു പീസ് തന്നെ എടുക്കണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ മാങ്ങാക്കറി, അതുപോലെ മാമ്പഴ പുളിശ്ശേരി, അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചിയൊക്കെ തൊലിയൊരിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വെള്ള ചീനമുളക് കൂടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കടലാസ് മുളക് എന്ന് പറയും. അപ്പോൾ അത് ആ മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമ്മളെ കയ്യിൽ ആ മുളകില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മുളകായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇനി ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ഇഞ്ചിയാണ് ചതച്ചെടുക്കുന്നത്. നന്നായി പേസ്റ്റ് പോലൊന്നും ആവണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരിയണങ്കാട്ടി നല്ലത് ചതച്ചെടുക്കലാണ്. നമുക്ക് വേഗം പണി എളുപ്പമാവുകയും ചെയ്യും, വേഗം ചതഞ്ഞ് വരികയും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ടൊന്നല്ല, ഇടിക്കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു അച്ചാറിന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണേക്കാട്ടി നല്ലത് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോഴും ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ആയ കാരണം വേഗം ഇടിക്കല്ലിൽ വെച്ചിട്ട് നമുക്ക് ചതച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. മുളക് എന്തായാലും നമ്മൾ ചതച്ചെടുക്കണില്ല, മുളക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി പച്ച കാന്താരി മുളക് ഉണ്ടല്ലോ, ചീനമുളക്, അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെള്ളമുളകുള്ള കാരണം അത് പൊട്ടിച്ചെടുത്തതാണ്. ഇനി ഇതാ വെളുത്തുള്ളി, അതൊന്ന് ചതച്ചെടുക്കുക. വെളുത്തുള്ളി ഇതുപോലെ നന്നായി പേസ്റ്റൊന്നും ആവണ്ട, നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി. ഒന്ന് നടു പിളർന്ന് വരുന്ന പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് 2 ചതക്കൽ കഴിഞ്ഞാൽ കഴിയൂല വിചാരിച്ചിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. അപ്പോൾ അരിയാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതും ചതച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഒരുമിച്ചിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക വേണ്ടുള്ളൂ. പിന്നെ ഈ കൂടുതൽ പാത്രങ്ങളൊന്നും വലിച്ചിട്ടിട്ട് നമുക്ക് കഴുകാനാക്കണ്ടല്ലോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് തന്നെ ആക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി അത് മാറ്റിയേക്കാം. ഇനി ഇടിക്കല്ലിൻ്റെ ആവശ്യമില്ല, നമുക്ക് അത് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അച്ചാർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ ഒരു ഇതിൽ കാണിച്ചു തരികയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചീഞ്ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉരുളിയൊക്കെ വെച്ചോളൂ കേട്ടോ. നമുക്ക് കുറച്ചല്ലേ വേണ്ടുള്ളൂ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല, പെട്ടെന്ന് നാശമായി പോവും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കണം. എന്നാൽ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി, നമുക്ക് കുറേ ദിവസം ഒന്നും ഇരിക്കില്ലല്ലോ. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അച്ചാർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അച്ചാറാണല്ലോ.
അപ്പോൾ അതാ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണക്കമുളക് 5 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുളകൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉലുവൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ കടുകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, അത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിങ്ങനെ പൊട്ടണൊരു സൗണ്ട് വരുമല്ലോ, അത് നിങ്ങൾക്ക് കേൾക്കാണ്ടാവും. അങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കണ വരെ നമ്മളൊന്ന് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേനും മുളകൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും, നമുക്ക് പൊടിക്കാനുള്ളൊരു പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ അത് കോരിയെടുക്കുക. കണ്ടില്ലേ, നന്നായി കരിഞ്ഞു പോകരുത് കേട്ടോ, കരിയണങ്ങാട്ടി മുന്നേ കോരിയെടുക്കണം. എൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി. കണ്ടില്ലേ, ലാസ്റ്റത്തെ ഉലുവ എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. അപ്പം അത്ര ആവണ്ട. കടുക് പൊട്ടി തുടങ്ങിയാൽ അപ്പം എടുത്ത് മാറ്റുക. ഇനി വെളിച്ചെണ്ണയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്, എണ്ണയിലല്ല കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എണ്ണയിൽ ഉണ്ടാക്കണമെങ്കിൽ എണ്ണയിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസത്തെ അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ വെളിച്ചെണ്ണയിലാണ് അവർ ഉണ്ടാക്കുന്നത് കണ്ടേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതും. അത് കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതാ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണൊക്കെ ചൂടായപ്പോൾ ഇതാ കടുക് ഇട്ടു. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ പച്ചമുളക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുക. അപ്പോൾ കുറച്ച് അകലെ നിന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മുളക് നമ്മൾ കീറിയിട്ടൊന്നല്ലല്ലോ, മുളക് അങ്ങനെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് മൊരിഞ്ഞ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മേലേക്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ, കൂടുതൽ നേരം നിൽക്കണ്ട. വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് 2 ഇളക്കിൽ ഇളക്കുക. അതിൻ്റെ ശേഷം ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല എരിവുള്ള മുളകാണ്, അത് കാരണമാണ് കുറച്ച് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇവിടെ ഭയങ്കര എരിവ് വേണ്ട, അത്യാവശ്യത്തിന് എരിവ് മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതാ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ മുളക് പൊടി എല്ലാ ഭാഗത്തേക്ക് എത്തണ വരെ അടി തട്ടിയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോയിട്ടില്ല കേട്ടോ, കരിയാതെ തന്നെ ശ്രദ്ധിക്കണം. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, മാങ്ങ ഇട്ട് കൊടുക്കണം. മുളക് പൊടിയുടെ കളറ് മാറി വരരുത് കേട്ടോ, അപ്പോൾ പിന്നെ ഒരു കരിഞ്ഞൊരു ടേസ്റ്റേ വരുള്ളൂ. ഇനി ഇതാ കുറച്ച് സുറുക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച ആ പാത്രം ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് സുറുക്ക ഒഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കുറച്ച് സുറുക്കിയും കൂടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ അച്ചാർ ഒന്ന് വെന്ത് വരണമല്ലോ, വെന്താലാണല്ലോ ഒരു പാകമായി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ സുറുക്ക ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം വരെ അത് കേട് വരാതിരിക്കും കേട്ടോ. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് പുറത്ത് വെക്കാം, അതിലും കൂടുതൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല ഉപ്പല്ലേ, അച്ചാറായ കാരണം നമുക്ക് എന്തായാലും കുറച്ച് അധികം ഉപ്പ് വേണമല്ലോ. എന്നിട്ടും ഉപ്പ് കുറവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയും ചെയ്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2-3 തിളച്ചാൽ മതി. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയായ കാരണം വേഗം ഒന്ന് വെന്ത് വരും ചെയ്യും. പിന്നെ അതാ ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല മധുരം വേണമല്ലോ, മധുരവും പുളിപ്പും പിന്നെ എരിവും എല്ലാം കൂടിയിട്ടുള്ള ഒരു അച്ചാറാണല്ലോ. അപ്പോൾ ഇത് കഴിച്ചവർക്കൊക്കെ അറിയാം കേട്ടോ, കല്യാണത്തിൻ്റെ തലേദിവസങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു അച്ചാർ. അപ്പോൾ ഈ ഒരു അച്ചാർ ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം മാറി നിന്നാൽ മതി, 1-2 മിനിറ്റ് മതി. അപ്പോഴത്തേനും വേഗമായി വരും. കണ്ടില്ല, ഇപ്പോൾ തന്നെ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതവിടെ എടുക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഉലുവയും കടുകും പിന്നെ മുളകും കൂടി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നന്നായി പൊടിഞ്ഞ് വരില്ല. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുളക് കുറച്ചും കൂടിയും പൊടിയാണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും അടിക്കാൻ നിന്നില്ല. ഈ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോഴത്തേനും നമുക്കൊന്ന് നിർത്തി കൊടുക്കണം, സ്റ്റൗ ഓഫ് ആക്കണം. അപ്പോൾ അതാ ഞാൻ ഇതിട്ട് കൊടുത്തു, ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ് കേട്ടോ. കൂടുതൽ നേരം ഇനി വേണ്ട, മാങ്ങ വെന്ത് ഉടഞ്ഞു പോവും. പിന്നെ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയായ കാരണം മൺചട്ടി പോലെയാണല്ലോ, കുറച്ച് നേരം അതിൻ്റെ ചൂടയിൽ തങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ പിന്നെ അതൊന്നും കൂടി വെന്ത് വരും. ഇതാ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചാറല്ലേ, നമുക്ക് കായപ്പൊടി നിർബന്ധമാണല്ലോ. അപ്പോൾ അതാ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചാറുള്ളത് നോക്കണ്ട, നമുക്കത് കുറുകി വരും. ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ, അപ്പോൾ ഇരുന്ന് കുറുകിക്കോളും. അപ്പോൾ ഇനി കൂടുതൽ നേരം നമ്മൾ സ്റ്റൗവൊക്കെ കത്തിച്ചിട്ട് മാങ്ങ വെന്തുടയിപ്പിക്കണ്ട. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ നോക്കാം. അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പും പുളി എല്ലാം പാകമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ച തിരിഞ്ഞതിൻ്റെ ശേഷമാണ് കുപ്പിയിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കുക, പുറത്ത് വെക്കുക, എന്തെങ്കിലും ചെയ്യുക. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും മതി കേട്ടോ, അത് വരെ ഒന്നും നാശാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അച്ചാർ കൂട്ടണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്ല പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് 3-4 ദിവസം മുന്നേ അച്ചാർ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു അച്ചാർ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.